കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് കാരുണ്യ കാർഡ്. 5 ലക്ഷം രൂപയുടെ ചികിത്സ 1 രൂപ പോലും അടയ്ക്കാതെ ലഭിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാൽ കേരള സർക്കാരിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരതും സംസ്ഥാനത്തിന്റെ കാരുണ്യയും ചേർന്നതാണ്. ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഫ്രീ ആയിട്ട് ചികിത്സ ലഭിക്കും. സർക്കാർ ആശുപത്രിയിലും അംഗീകൃത സ്വകാര്യ ആശുപത്രിയിലും ഇത് ലഭിക്കും. മഞ്ഞ പിങ്ക് കാർഡുള്ള എല്ലാ കുടുംബത്തിനും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം. ഇതുകൂടാതെ 2011 SCC ലിസ്റ്റിൽ പേരുള്ളവർക്കും ഇത് ലഭിക്കും. UDF വന്നതോടെ നീല കാർഡ് NBS ഉള്ളവർക്കും ലഭിക്കും. വരുമാനം 3 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. കേരളത്തിലെ 42 ലക്ഷം കുടുംബത്തിനും ഇപ്പോൾ കാർഡുണ്ട്. UDFന്റെ പുതിയ തീരുമാനപ്രകാരം ഇത് 62 ലക്ഷം ആകും. ഈ പദ്ധതിക്ക് പ്രായപരിധിയില്ല. ഒരു കാർഡിൽ കുടുംബത്തിലെ 5 പേരുടെ പേര് വരെ ചേർക്കാം. 5 പേർക്കും കൂടി ആകെ 5 ലക്ഷം രൂപയാണ്. ഒരാൾക്ക് 5 ലക്ഷമല്ല ലഭിക്കുക. 1800 പരം രോഗങ്ങൾക്ക് ഫ്രീ ചികിത്സ ലഭിക്കും. ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഡയാലിസിസ്, ഹാർട്ട് സർജറി, ആൻജിയോപ്ലാസ്റ്റി, ബ്രെയിൻ സർജറി, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ആക്സിഡന്റൽ കേസ്, C-സെക്ഷൻ ഡെലിവറി, നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എല്ലാം ഇതിൽ ഉൾപ്പെടും. sha.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറി ഹോം പേജിൽ ബെനഫിഷ്യറി സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ റേഷൻ കാർഡ് നമ്പറോ ആധാർ കാർഡ് നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേരുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവരുടെയും പേര് കാണിക്കുന്നതാണ്. സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട് എങ്കിൽ കാർഡ് ലഭിക്കുന്നതുമാണ്. ഇനി ഈ ലിസ്റ്റിൽ പേരില്ല എങ്കിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. 1. SCC 2011 ലിസ്റ്റിൽ പേരുണ്ടാവില്ല. 2. വരുമാനം 3 ലക്ഷത്തിൽ കൂടുതലായിരിക്കും. SCC ലിസ്റ്റിൽ പേരില്ലെങ്കിൽ കളക്ടറിന് അപേക്ഷ കൊടുക്കണം. വീട്, വരുമാനം, രോഗം ഇതൊക്കെ നോക്കി കളക്ടർ പ്രത്യേക അനുമതി തരും. ഇത് കൂടാതെ പെൻഷൻ പ്ലസ് കാരുണ്യ കാർഡ് ഉള്ളവർക്ക് ഇരട്ട ആനുകൂല്യം ലഭിക്കും. ആ പെൻഷൻ വാങ്ങുന്നവർക്ക് കാരുണ്യ കാർഡ് ഉറപ്പാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ.